പോകുന്നത് എന്നാന്നറിയാം, ഞങ്ങളുടെ ഈ സീസണിൽ കാണുന്നതാണ് നമ്മുടെ വീട്ടിൽ മുല്ലപ്പൂ. അതും കുടമുല്ലയുണ്ട്, ഒറ്റമുല്ലയുണ്ടല്ലേ. ഞങ്ങളുടെ വീട്ടിൽ 2 ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഒരു പാത്രം നിറച്ച് ഞങ്ങൾക്ക് കിട്ടി. കുറച്ചറിയാണ്ട് ഞങ്ങൾ മാതാവിന് വെച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ മാല കോർത്ത് ടേബിളിൽ വെച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അത് അവിടെ തൂക്കില്ലേ, അതിന് മുമ്പായിട്ട് നമുക്ക് വീഡിയോ പിടിച്ചിട്ട് വെക്കാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഇതാണ് മാല. ഇത് നമ്മൾ ഈശോയ്ക്ക് ഇടാൻ വേണ്ടി കോർത്താണ്. ഇത് മുഴുവൻ കട്ടമുല്ലയുണ്ട്, ഇടയ്ക്ക് 1-2 ഒറ്റമുല്ലയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈശോയ്ക്ക് ഇടണം. മാതാവിന് ഇത്രയും തന്നെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇട്ടത് കൊണ്ട് അത് എടുക്കുന്നില്ല. പിന്നെ ഈ പൂ നന്നുകുട്ടന് മാല കോർക്കാനാണ് കേട്ടോ, തലേ ചൂടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ വീട്ടിൽ മുല്ലപ്പൂവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ മുല്ലയിലെ നമ്മളിപ്പോൾ പെറുക്കിയെടുത്തതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂവാണ് കേട്ടോ ഇത്. ഇതിന്റെ ഇടയ്ക്ക് നല്ല കുടമുല്ല, ഇടയ്ക്ക് കട്ടമുല്ലയുണ്ട് കേട്ടോ. ഇടയ്ക്കിനകത്ത് കട്ടമുല്ലയുണ്ട്. കൂടുതലും കട്ടമുല്ല നമ്മൾ മാതാവിനും ഈശോയ്ക്കും നമ്മൾ വെച്ചു. പിന്നെ ഇടയ്ക്ക് കുറച്ചെണ്ണേ ഉള്ളൂ കുടമുല്ല ഇതിനകത്ത്. ഇതാണ് കുടമുല്ല. പിന്നെ ഒറ്റമുല്ല ഞാൻ ഇതാണ് ഒറ്റമുല്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് മുല്ലപ്പൂ തലേ ചൂടാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കഴിഞ്ഞ ദിവസവും ഞങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടെ കിട്ടി കേട്ടോ. പക്ഷെ അന്നേരം നമ്മൾ ഈ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അന്നേരത്തേക്കും കോർത്ത് പോയായിരുന്നേ. അന്നേരത്തേക്കും കോർത്ത് ഞങ്ങൾ ഈശോയുടെ മുമ്പിൽ വെച്ചായിരുന്നു. പിന്നെ ഞാൻ തലയിൽ വെച്ച് എന്നിട്ടത് ഉണങ്ങിപ്പോയി. അപ്പോൾ അത് കാരണം വീഡിയോ പിടിക്കാൻ വേണ്ടി പറ്റിയില്ല. അന്നേരം ഞാൻ ഇന്ന് നല്ല ഫ്രഷ് വെളുത്തിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇത് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്ന് വാടുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ പിടിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം വാടിപ്പോലോ. എനിക്ക് എന്നാ നല്ല രസമാണ് അല്ലേ. ഇതിങ്ങനെ ഇരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ മണത്ത് വെക്കട്ടെ. അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ ഇപ്പം അവധിക്കാലത്ത് പൂക്കളൊക്കെ ചൂടാനും മുല്ലപ്പൂ കോർത്ത് കെട്ടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഏറ്റവും കൂടുതൽ മുല്ലപ്പൂ കിട്ടുന്ന സ്ഥലത്തിന്റെ പേരും കൂടെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഇതിൻ്റെ ഞാൻ മറന്നുപോയി, അമ്മ എനിക്ക് ഓർമ്മിച്ച് തന്നതാണ്. ഓക്കെ,